ഉദാഹരണം സുജാതയിലൂടെയാണ് മഞ്ജു വാര്യരുടെ മകളായ സ്കൂൾ കുട്ടിയുടെ വേഷത്തിൽ അനശ്വര രാജൻ സിനിമയിലേക്ക് വരുന്നത്. 2 വർഷത്തിനിപ്പുറം 2019 ഏറ്റവും ലാഭകരമായ സിനിമയായി മാറിയ +2 വിദ്യാർത്ഥികളുടെ പ്രണയകഥ പറഞ്ഞ ഗിരീഷ് ഷേഡിയുടെ തണ്ണീർമത്തൻ ദിനങ്ങളിലെ വേഷം മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തു. എന്നാൽ സ്കൂൾ കുട്ടി ഇമേജിൽ ഒതുങ്ങിപ്പോകാതെ സസൂക്ഷ്മം സിനിമകൾ തിരഞ്ഞെടുത്ത അനശ്വരയുടേതായി പിന്നീട് വന്ന ഗിരീഷ് ഷേഡിയുടെ തന്നെ സൂപ്പർ ശരണ്യയിലെ നാണം കുണുങ്ങിയും സദാ വിഷാദഭാവവുമുള്ള എന്നാൽ ചാമിങ്ങുമായ ടൈറ്റിൽ കഥാപാത്രത്തെ അനശ്വര ഗംഭീരമാക്കി. ചിത്രം വലിയ വിജയം നേടുകയും ചെയ്തു. പിന്നീട് വന്ന ചില സിനിമകൾ വേണ്ട ശ്രദ്ധയോ വിജയമോ കൈവരിച്ചില്ലെങ്കിലും തന്റെ കംഫർട്ട് സോണിൽ നിന്നും തീർത്തും മാറിയുള്ള വേഷങ്ങളിൽ കൈവയ്ക്കാൻ നടി ധൈര്യം കാണിച്ചു. പ്രണയവിലാസം എന്ന ചിത്രത്തിൽ 90കളുടെ പശ്ചാത്തലത്തിലാണ് അനശ്വരയുടെ കഥാപാത്രത്തെ കാണാൻ സാധിക്കുന്നത്. അതിനു മുൻപ് അഭിനയിച്ച ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പക്വം വന്ന അഭിനയമായിരുന്നു അനശ്വരയുടേത്. അതോടെ മലയാളത്തിലെ മുൻനിര നായികമാരുടെ കൂട്ടത്തിലേക്ക് അനശ്വരയുടെ പേരും ചേർത്ത് വയ്ക്കപ്പെട്ടു. പിന്നെ നടിയെ മലയാളികൾ കണ്ടത് മലയാളത്തിന്റെ മഹാനടന്മാരായ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പമാണ്. ജിത്തു ജോസഫ് മോഹൻലാൽ ചിത്രം നേരിൽ റേപ്പ് ചെയ്യപ്പെട്ട അന്ധയായ പെൺകുട്ടിയുടെ വേഷം ഏതൊരു നടിക്കും ചെയ്തു ഫലിപ്പിക്കുക എന്നത് വെല്ലുവിളി തന്നെയാണ്. നീതി വേണമെന്ന അവകാശം കോടതിയിൽ സധൈര്യം വിളിച്ചു പറയുമ്പോൾ തന്നെ നേരിടേണ്ടി വന്ന പേടിപ്പിക്കുന്ന ക്രൂരതയുടെ ട്രോമ വിളിച്ചോതുന്ന ശരീരഭാഷയും അന്ധത എന്ന പരിമിതിയും ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ടുന്ന തീർത്തും കോംപ്ലക്സ് ആയ സാറ മുഹമ്മദ് എന്ന കഥാപാത്രം അനശ്വരയ്ക്ക് മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിൽ നിന്നും പ്രശംസകൾ നേടിക്കൊടുത്തു. മോഹൻലാലിനൊപ്പം കട്ടയ്ക്ക് നിന്ന അഭിനയമെന്ന് നിസ്സംശയം പറയാം. ഓസ്ലറിൽ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിയായി വന്ന അനശ്വരയുടെ വേഷം ഒരു നോവായി പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന കോമഡി ചിത്രത്തിൽ നീണ്ട നാളുകൾക്ക് ശേഷം ആ പഴയ അനശ്വരയെ കാണാൻ സാധിച്ചു. കൈവച്ചതെല്ലാം തുടരെ തുടരെ ഹിറ്റ്ചാർട്ടിൽ ഇടം പിടിച്ചപ്പോൾ മലയാളത്തിന്റെ ലക്കി ഹീറോയിൻ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ അനശ്വര രാജന്റെ പേര്. ഹിറ്റുകളുടെ തുടർക്കഥ, എന്ന് സ്വന്തം പുണ്യാളൻ, രേഖാചിത്രം എന്നീ ചിത്രങ്ങൾ വരെ എത്തി നിൽക്കുന്നു. ബാലു വർഗീസ്, അർജുൻ അശോകൻ എന്നിവരുടെ കൂടെ അനശ്വര എത്തിയ ചിത്രം ഹാസ്യത്തിന്റെ മേമ്പുടിയിൽ ഒരു ഫാന്റസി കഥയാണ് പറയുന്നത്. മഹേഷ് മധു സംവിധാനം ചെയ്ത ചിത്രത്തിൽ പള്ളിയിലച്ചന്റെ മുറിയിലേക്ക് എത്തിപ്പെടുന്ന 2 അപരിചിതരുടെ കഥയാണ് പ്രമേയമാക്കുന്നത്. തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന എന്ന് സ്വന്തം പുണ്യാളനിൽ അഭിനയിക്കുന്ന ചിത്രങ്ങളെല്ലാം ഹിറ്റാക്കി മാറ്റുന്ന അനശ്വരയുടെ ഇതുവരെ കാണാത്ത ഒരു പുതിയ വേഷം കാണാൻ സാധിക്കും. നായികമാരെ ഐ ക്യാൻഡി റോളുകളിൽ മാത്രം കാണാവുന്ന സിനിമകളുടെ കുത്തൊഴുക്കുള്ള സമയത്ത് വ്യക്തമായ സ്വഭാവവും കഥയിൽ പ്രാധാന്യവുമുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് വിജയിപ്പിക്കാൻ അനശ്വര രാജന് 2025 കഴിയട്ടെ.